ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിജിറ്റ് ഓഡിയോ ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ റെയറായി മാത്രം കാണപ്പെടുന്ന ചില സ്പൂൾ പ്ലെയറുകളെ കുറിച്ചും അതുപോലെ തന്നെ വളരെ വിൻറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വാൾവ് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നേരിട്ട് വീഡിയോയിലേക്ക്. പുതുതലമുറയിൽപ്പെട്ട നമുക്കെല്ലാം വളരെ അത്ഭുതമാണ് ഇത്തരം സ്പൂൾ റെക്കോർഡുകൾ. ഒരു സ്പൂളിൽ ചുറ്റിയ മാഗ്നറ്റിക് ടേപ്പിനെ മറ്റൊരു സ്പൂളിലേക്ക് ചുറ്റിച്ച് ഹെഡിലൂടെ നിശ്ചിത സ്പീഡിൽ മൂവ് ചെയ്യിപ്പിച്ചാണ് ഇതിലുള്ള ഓഡിയോ സിഗ്നൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു മാഗ്നറ്റിക് ടേപ്പിനകത്ത് ഇത്രയും ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എന്താ പറയുക റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കണ്ടു കാണും സാധാരണ കാസറ്റ് റെക്കോർഡറുകൾ അല്ലെങ്കിൽ എന്താ പറയുക ടേപ്പ് റെക്കോർഡർ എന്നൊക്കെ പറയുന്ന. അപ്പോൾ അവയിലുള്ള അതേ ടെക്നോളജി തന്നെയാണ് ഇത്. കാരണം ഈ ടെക്നോളജിയാണ് ഒരു ടേപ്പിലേക്ക് അഡപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മിനി രൂപമായിരുന്നു ഈ ഒരു ടേപ്പ് റെക്കോർഡറൊക്കെ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഇവനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കറക്റ്റായിട്ട് അനലോഗ് സിഗ്നലിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു ഈ അടുത്ത കാലത്ത് വരെ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ സിഗ്നൽ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. പിന്നീട് ഇവയിൽ നിന്നാണ് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേവ് അല്ലെങ്കിൽ MP3 ഒക്കെ വന്നിട്ടുള്ളത് അതിന് ശേഷമുള്ള ടെക്നോളജിയാണ്. അവയെല്ലാം ഡിജിറ്റലാണ്, പക്ഷേ ഇത് പക്ക അനലോഗ് ടെക്നോളജിയാണ് ഈ ഒരു സ്പൂൾ റെക്കോർഡറുകൾ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവയുടെ കൂടുതലായിട്ടുള്ള മറ്റുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കളക്ഷനിൽ പുതുതായി വന്ന ചില ഐറ്റംസാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു പ്ലെയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പുതിയ 2 സ്പൂൾ പ്ലെയറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിക്കാൻ പോണത്. രാധാകൃഷ്ണൻ ചേട്ടാ, ഇത് ഈ സംഭവം എന്താണ്? ഇത് നഗ്ര അത് സെയിം ഇത് തന്നെയാണല്ലോ കമ്പനി സെയിം ആണ്, പക്ഷെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് പക്ക റെക്കോർഡിങ്ങിന്റെ പർപ്പസിന് വേണ്ടി സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ എഡിറ്റ് ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റികൾ അതിൽ ധാരാളം ഉണ്ട്. കുറച്ച് ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഉണ്ടാവും, പക്ഷെ വളരെയേറെ മാറ്റങ്ങളുണ്ട്. അതിന്റെ മോഡൽ IV എന്താണ്? IV അല്ലല്ലേ? നഗ്ര 4L എന്നാണ് അതിന്റെ. IV അല്ല. ഓക്കെ 4L ആണല്ലേ. മറ്റത് നഗ്ര E പറഞ്ഞിട്ടുള്ള ബേസ് മോഡലാണ്. ഇത് ഹൈ എൻഡ് മോഡലാണ്. ഇത് നമുക്ക് ബേസിക് ഫങ്ഷൻസ് ആണ്. ഇതിലെ റെക്കോർഡിങ്ങും ഒരുപാട് കാര്യങ്ങൾ അതില് ഉണ്ട്. എഡിറ്റിംഗിന്റെ ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ക്വാളിറ്റിയിലും വളരെയേറെ വ്യത്യാസമുണ്ട്. ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പൗണ്ട്സ് ഒക്കെ വളരെയേറെ മാറ്റമുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഏതാണ്? ഇത് സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. നഗ്ര എന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡ്. നഗ്ര സ്വിറ്റ്സർലാൻഡിലെ പിന്നെ ഒരു കമ്പനിയാണ് അത്. എക്സ്പെൻസീവ് മോഡൽ. അതാണ് സ്റ്റുഡിയോ ടൈപ്പിന് വേണ്ടി അവര് സ്പെഷ്യലിസ്റ്റ് ആണെന്നുള്ളൂ. അവര് ഓഡിയോന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ റെക്കോർഡിംഗിന്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 71 ആണ് അത് മോഡല്. 71. ഓക്കെ. ആദ്യകാലങ്ങളിൽ സിംഗിൾ ചാനൽ മോണോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് സ്റ്റീരിയോയി മാറി. ഇത്തരം ടേപ്പുകളിൽ ഒരു ഡയറക്ഷനിൽ സ്റ്റീരിയോ എന്നതും പിന്നീട് മാറി 2 ഡയറക്ഷനിലേക്കും സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്നുള്ള രീതിയിലേക്ക് അത് ഡെവലപ്പായി. ഇത് യൂഹറിൻ്റെ ഒരു സ്പൂൾ ടൈപ്പ് ആണല്ലേ റെക്കോർഡ് പ്ലെയറാണ്. ഇതിനെ കുറിച്ച് എന്താണ് ഇതിന്റെ വർക്കിംഗ്? ഇത് സാധാരണ പിന്നെ സ്പൂൾ പ്ലെയർ തന്നെയാണ്. ഇതില് സ്പീക്കർ ഉണ്ട്. ഇതിൽ തന്നെ പാട്ട് നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും. പിന്നെ 5.5 ഇഞ്ച് സ്പൂൾ ഇതിലിടാൻ പറ്റുള്ളൂ. ചെറുതാണല്ലോ, ചെറിയ. അതെ. ഇതും മോണിറ്ററിന്റെ ആവശ്യത്തിനാണ്. സ്റ്റുഡിയോ ടൈപ്പില്. അതെ, സ്റ്റുഡിയോ ആണ്. വളരെ ജർമ്മൻ ആയതുകൊണ്ട് കുറച്ച് പ്രിസിഷനൊക്കെ ഉള്ള സാധനമാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കിത് റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ. പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ ഈ സാധനങ്ങള്. ഇത് കോമൺ ആയിട്ട് ഇങ്ങനെ ധാരാളം നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കുന്നതും അതേപോലെയുള്ള ആൾക്കാരാണ്, കൈകാര്യം ചെയ്യുന്നതും അതേപോലെയുള്ള. അതുകൊണ്ട് വളരെ അപൂർവമായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ ഈ സാധനങ്ങളൊക്കെ. ഇവിടെ ഒരു ആംപ്ലിഫയർ കാണുന്നുണ്ട്, ഹീത്ത് കിറ്റ് എന്നൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഒരു മോഡല്?
കുറച്ച് പഴക്കം ചെന്നൊരു മോഡൽ വരെ തോന്നുന്നു. ശരിക്കും പുരാവസ്തു എന്നൊക്കെ പറയാ ഇതിന്. കാരണം 1956 ഇംഗ്ലണ്ടിന് ഉള്ള ഒരു ആമ്പാണ്. 1956 ഇതിന്റെ മോഡല്. ഹീത്ത് കിറ്റ് പറഞ്ഞ ഒരു കമ്പനിയാണ്. സ്റ്റീരിയോ ആണിത്. ട്യൂബ് ആംപ്ലിഫയർ ആണ്. വാൾവിലാണ് അത് വർക്ക് ചെയ്യുന്നത്. EL84 ആണ് അതിന്റെ പവർ സ്റ്റേജിൽ ഉപയോഗിച്ചിരിക്കുന്ന വാൾവ്. EL84. അപ്പൊ അത് സ്റ്റീരിയോ ആണ്. വളരെ ഹെവിയാണ്. ഹെവി പറഞ്ഞാൽ ഭയങ്കര, നമ്മൾക്ക് ഒരു കൈ കൊണ്ട് പൊക്കാൻ പറ്റില്ല. നല്ല വെയിറ്റ് ഉണ്ട്. അന്നത്തെ കാലത്ത് ഇത് പിന്നെ ഇറക്കിയതാണ്. ഇപ്പോഴും അത് പുതിയതുപോലെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ ശബ്ദം കുറച്ചങ്ങോട്ട് ചൂടായി കഴിഞ്ഞാല് സൗണ്ട് നല്ല ശബ്ദമായിരിക്കും അതില്. വാൽവിന്റെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫോണോ സ്റ്റേജ് ഉണ്ട് അതില്. അതായത് നമ്മള് റെക്കോർഡ് പ്ലെയറുകളിൽ കണക്ട് ചെയ്യാം. റെക്കോർഡ് പ്ലെയർ 2 ടൈപ്പിലുള്ള റെക്കോർഡ് പ്ലെയർ കണക്ട് ചെയ്യാം. അന്നേ അതിനുള്ള ഫങ്ഷൻസ് കയ്യില് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ബാക്ക് സൈഡ് കാണിച്ചു തരാം. തിരിച്ചു വെച്ചാൽ ബാക്കും ട്യൂബുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ട്യൂബുണ്ട്. എനിക്കൊന്നാമത് ഈ ട്യൂബുകളെ കുറിച്ച് വലിയ ധാരണയില്ല. കാരണം പഴയ ടൈപ്പ് ഒരു ഞാൻ ചിലത് കണ്ടിട്ടുണ്ട് ഫോട്ടോയിലും പഴക്കമുണ്ടത്. കാരണം ഔട്ട്പുട്ട് ട്രാൻസ്ഫോം അങ്ങനെയൊക്കെ അല്ലേ ഇത് വെച്ചിട്ടുള്ളത്? എന്റെ ടെക്നോളജി റീഫർബിഷ് ചെയ്തതാണ്. അല്പം പഴയത് പറഞ്ഞ ഇത്രയും കാലം സ്വാഭാവികമായിട്ടും. അതെ. അപ്പൊ വേറെ ടയർ ഉള്ളതൊക്കെ ചില ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫിൽറ്റേഴ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോർമറൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കാലപ്പഴക്കം അതിന്റേതായ പക്ഷെ ശബ്ദത്തിന് യാതൊരു ഇതും ഇല്ല. നല്ല ശബ്ദമാണത്. കൂടെ വരുന്ന ശബ്ദം വളരെ നല്ലതാണ്. ഇത് ശരിക്കും ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് സ്പീക്കർ അങ്ങനെ കണക്ട് അങ്ങനെ ശേഷമേ ഇത് ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു മാക്സിമം ഒരു 10-15 വാട്ടിന്റെ അടിയിലേ വരുള്ളൂ. പക്ഷെ 15 വാട്ടാണെങ്കിലും നമ്മളൊരു 100-150 വാട്ടിന്റെ ഫലം ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്പീക്കർ ഉപയോഗിക്കാം. ഒന്നാമത് എനിക്ക് വാൽവിനെ കുറിച്ച് നമ്മള് പരിചിതം പറഞ്ഞാല് ചെറിയ തോതിലുള്ള നോളജ് തന്നെ ഉള്ളൂ. കാരണം പഴയ ടെക്നോളജി അല്ലേ. പിന്നെ ഇന്നത്തെ കാലത്ത് അത് അവൈലബിൾ അല്ല സാധനം. ആൾക്കാര് കുറഞ്ഞ അളവില് വാൾവ് യൂസ് ചെയ്യണമല്ലോ. ഈ സാധനങ്ങൾ കിട്ടാനില്ല, ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറയുന്നത്. നാമാവശേഷമായി പോയിട്ടുള്ള സംഭവങ്ങളാണ് വാൾവൊക്കെ. വാൾവ് റേഡിയോ ആംപ്ലിഫയേഴ്സ് ഒക്കെ ഇതൊക്കെ വളരെ അപൂർവമായി വെച്ചിട്ടുള്ള വ്യക്തികളെ എന്റെ നിന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ കിട്ടുക തന്നെ ഒരു അപൂർവ ഭാഗ്യമാണ്. കാരണം ഇത്ര നന്നായിട്ട് എടുത്തു വെച്ചിട്ട് അത് വർക്കിങ്ങോട് കൂടിയിട്ട് നമ്മൾക്കൊക്കെ അത് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഓഡിയോ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്മരിക ലോകമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ പിച്ച് വെച്ച് നടക്കുന്ന ഒരു ശിശുവിനെ പോലെയാണ് നമ്മൾ. അപ്പോൾ നമ്മളോടൊപ്പം നടക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനിൽ ആൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.